ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഊട്ടിയിലെ ലാസ്റ്റ് ദിവസമായിട്ട്. അപ്പോൾ രാവിലെ നീച്ച് കറക്റ്റ് നീക്കി നോക്കിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ലാലും എന്നോട് പറഞ്ഞു എടി വേഗം നീക്കി വരണം. അപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ നല്ല കോട ഇറങ്ങിയിരിക്കുന്നു കേട്ടോ. വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ, പക്ഷെ നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഭാഗം ഞങ്ങൾക്ക് എന്താ കാണിച്ചിട്ട് വെച്ചാൽ കോട ഇല്ലാത്ത ടൈമായിട്ട്, അതായത് നമുക്ക് ചുറ്റിലുള്ള ഈ പാടങ്ങളും ഇതൊക്കെ കാണാൻ പറ്റിയില്ല കേട്ടോ. പക്ഷെ കോട ഇറങ്ങിയപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ, അത്രക്കും കോടയായിരുന്നു. ഇത് ഞങ്ങൾക്കൊരു തെളിവിന് വേണ്ടി കാണിച്ചു തന്നാ കേട്ടോ ഈ വീഡിയോ. പിന്നെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ കാട്ടുപന്നി ഇറങ്ങിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ലാലും എനിക്ക് ഇങ്ങനെ കാണിച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒന്നും കൂടി അതിൻ്റെ അടുത്തേക്ക് പോകാറ്. അങ്ങനെ ലാലും വണ്ടി ബാക്കിൽ ഇങ്ങനെ എടുത്ത് പോകുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അതൊന്നും ഈ പന്നി അറിയില്ല കേട്ടോ. അത് നല്ല തീറ്റൻ്റെ ഇതാട്ടോ, രാവിലെ അല്ലേ നല്ല പൈസ ഉണ്ടാവും, അതവിടെ തിന്നോട്ടെ. നമ്മൾ പിന്നെ നമ്മളെ പണി നോക്കി പോയിട്ടാ. ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോകുന്നത് എടുക്കുക വെച്ചാൽ ഇങ്ങനെ ഊട്ടി ട്രെയിൻ അറിയല്ലോ, അങ്ങനെ ഊട്ടി ട്രെയിൻ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ ഈ ഊട്ടി ട്രെയിൻ കാണാൻ. അങ്ങനെ എന്തായാലും ഞങ്ങൾ പോകുന്നു. അപ്പോൾ അവിടുന്ന് കുറേ നേരം വരിക്കണം കേട്ടോ ടിക്കറ്റിന്. ശരിക്കും അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ പിന്നെ ടിക്കറ്റ് ഒന്നും എടുത്തില്ല കേട്ടോ, ഞങ്ങൾ കൂളായിട്ട് കൊണ്ട് കയറി പോകുന്നു കേട്ടോ. അല്ല തറവാട്ടിൽ കയറി ചെല്ലണോ അതിൽ ഞങ്ങൾ രണ്ടാളും നേരെ അങ്ങോട്ട് പോകുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ ടൈം അവിടെ നോക്കിയിരുന്നു കേട്ടോ. ഇത് പിന്നെ ട്രെയിനൊന്നുമല്ല കേട്ടോ, ഇതിങ്ങനെ ഷോപ്പ് വെക്കുന്ന ഒരു സംഭവം കേട്ടോ ട്രെയിനിൻ്റെ. ഒറിജിനൽ ട്രെയിൻ ഇവിടെ എത്തിയിട്ടില്ല കേട്ടോ. അത് പിന്നെ വരാനെന്തോ 11 മണി അങ്ങനെ എന്തോ ആവുന്നതാണ്. അപ്പോൾ കുറേ ടൈമില്ലല്ലോ. അപ്പോൾ പിന്നെ വെറുതെ അവിടെ ഇങ്ങനെ മേപ്പോട്ട് നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നിന്ന് പോകുന്നുട്ടോ. അത് പിന്നെ അവിടുത്തെ ഒരു പൂന്തോട്ടട്ടാ, പ്രത്യേകിച്ച് പൂക്കളൊന്നും ഇല്ല കേട്ടോ, എന്നാലും ചെറിയ ചെറിയ പൂക്കളൊക്കെ. പിന്നെ എനിക്കിവിടെ കാര്യമായിട്ട് ഇഷ്ടമായത് എന്താ വെച്ചാൽ ഈ ഊട്ടിയിലത്തെ മരങ്ങളാട്ടോ. നമ്മളെ നാട്ടിലത്തെ ബുഷിൻ്റെ ഒക്കെ മാതിരി നല്ല രസമുണ്ട് കേട്ടോ മരങ്ങൾ കാണാൻ. പിന്നെ അതിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് തന്നെ ഇങ്ങനെ വടയും സമൂസയും നല്ല ഇതിലിങ്ങനെ എന്തായാലും സോസിലൊക്കെ മുട്ട അങ്ങനെ തോന്നിട്ടാ. പിന്നെ ചായ ഒക്കെ കുടിച്ച് റൂമൊക്കെ എത്തിയപ്പോഴാട്ടോ ഈ ഒരു കാഴ്ച ഉണ്ട്. ഇതൊന്ന് സാധനം വെച്ചാൽ കുരങ്ങനല്ല കേട്ടോ, കുരങ്ങനെ തന്നെയാണ് സിംഹവാലക്കുരങ്ങല്ല കേട്ടോ, അതിൻ്റെ വേറൊരു സംഭവം. അതിന് പിന്നെ ആ കുരങ്ങനൊക്കെ കണ്ട് റൂമൊക്കെ വന്നപ്പോൾ അപ്പവും നല്ല കടലക്കറി മുട്ട പിഴിഞ്ഞതൊക്കെ ഉണ്ട്. നല്ല ചായയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡൻ പോകട്ടെ. അപ്പോൾ പോണ വഴിക്ക് നിറച്ച് കുതിരകളുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിൽ പശുവിനെ വിട്ടുന്ന മാതിരി കുതിരകൾ, ആകെ കുതിരകളൊക്കെ കേട്ടോ. അങ്ങനെ പിന്നെ കുതിരേനൊക്കെ കണ്ട് ഞങ്ങൾ പോകുന്നുട്ടോ. അവിടെ പോയപ്പോൾ കുതിരക്കൊന്നും ഒരു വിലയില്ല കേട്ടോ, ആകെ കുതിരകൾ. നമ്മുടെ നാട്ടിൽ ആടും പശുക്കളൊക്കെ ആയിക്കാരം എല്ലാ റോട്ടിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുക, അവിടെ ഇവിടെയൊക്കെ പറമ്പാട് കാണും. ഇവിടെ പിന്നെ കുതിരകളാട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡനത്തെ കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത വീഡിയോ പകുതി പോയിട്ട് ഈ ഒരു വീഡിയോനെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് നേരം അവിടെ നോക്കി നിന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുട്ടോ. ഓരോ വൈക്കത്തെ വഴിയൊന്നും ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി കേട്ടോ. ഫുള്ള് തേയിലത്തോട്ടമൊക്കെ ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് നമുക്ക് കൊണ്ട് പോരാൻ തോന്നില്ല, നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. പിന്നെ അങ്ങനെ എന്തായാലും പോരാനല്ലോ, അങ്ങനെ പിന്നെ ഇന്ന് നാട്ടിൽ പോരുന്ന ദിവസം കേട്ടോ. അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മളെ ഊട്ടി വീഡിയോ ഒക്കെ കഴിയും കേട്ടോ. അങ്ങനെ പോരുന്ന വഴിക്കൊക്കെ റോഡൊന്നും ഒരു രക്ഷയില്ല കേട്ടോ പറയാൻ. അപ്പോൾ എന്തായാലും എനിക്ക് ഈ മരങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ചൂലൊക്കെ കേട്ടോ ഓർമ്മയില്ല, അതായത് ഇങ്ങനെ ഇലകളൊന്നും ഇല്ലാതെ കുറേ കൊമ്പിലൊക്കെ ആയിട്ട് നമ്മൾ ചൂട് തീ മാതിരിയല്ലേ കുറ്റിയിട്ട് എന്ന മാതിരിയായിട്ട് ഈ മരങ്ങളൊക്കെ. അപ്പോൾ ഞാനാ പറയുന്നിട്ട് ലാലുവിനോട് നമ്മൾ ചൂരൊക്കെ ഇങ്ങനെ കുത്തനെ വെച്ചാൽ അതേമാതിരി ഉണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ഇതൊരു പുഴ മതി അങ്ങനെ ഒരു സംഭവം കേട്ടോ. അപ്പുറം കാണും മീൻ അതാട്ടോ, എന്താ വെച്ചാൽ നമ്മൾ എന്താ പായൽ എന്നൊക്കെ പറയില്ല അത്. ഇവിടെ പിന്നെ കുറച്ച് വെള്ളം കുറച്ച് പായൽ അങ്ങനെയൊക്കെ ആയിട്ട് സംഭവം നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ചായ കുടിച്ചതൊക്കെ വന്നിട്ട് രാവിലെ ഒക്കെ ആയാൽ വലിയ ഉച്ച ടൈമൊന്നും ആയിട്ടില്ല, അങ്ങനെ ഒരു ടൈമില്ല, നല്ലൊരു കാലാവസ്ഥ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡ് അടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോകുന്നു, ഞങ്ങൾ പോരുന്ന വഴിക്കാട്ടോ ആ പാർക്ക് ഞാൻ പറഞ്ഞില്ലേ, പാർക്കിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഓർമ്മയില്ല കേട്ടോ. ഇതേമാതിരി ഷൂട്ടിംഗ് പോയിൻറ്റിൻ്റെ ഒക്കെ മാതിരിയുള്ള സംഭവം തന്നെ കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കിയിരുന്ന് പിന്നെ അവിടെ കുതിരസവാരി ഉണ്ടായിരുന്നു കേട്ടോ. ഈ കുതിരപ്പുറത്ത് കയറാൻ എന്താ 200 റുപ്യ കേട്ടോ. ലാലു പറഞ്ഞു ലാലു കയറണില്ല പറഞ്ഞിട്ടാ. അല്ല അങ്ങനെ പിന്നെ ഞാനാട്ടാ കയറിയത്. എനിക്ക് പിന്നെ ഇങ്ങനത്തെ ഭയങ്കര കാര്യമായിട്ടോ. പക്ഷെ കുതിരപ്പുറത്ത് ഞാൻ ഇതുവരെയായിട്ടും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫസ്റ്റ് ടൈം ആയിട്ടാണ് കുതിരപ്പുറത്ത് കയറുന്നത്. അങ്ങനെ എന്തായാലും ഈ ചെക്കൻ്റെ വിത്താലായിട്ട് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ലാലും ഇങ്ങനെ എൻ്റെ ബാക്കിൽ വീഡിയോ എടുത്ത് വരികയെന്ന് കേട്ടോ. അങ്ങനെ ആ ചെക്കന് ഇന്നായിട്ടാണ് അങ്ങനെ പോയിട്ടാ. അത് എങ്ങനെയാ വെച്ചാൽ പകുതി കേട്ടോ, പകുതിക്കാണ് 200 റുപ്യ. പിന്നെ ഫുള്ളായിട്ട് പോകണതിന് എത്ര കുറച്ച് പൈസ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഫുള്ളായിട്ടൊന്നും പോയിട്ടില്ല കേട്ടോ, ഞാൻ കുറച്ച് പോയിട്ടുണ്ടായിരുന്നുള്ള ആ ഒരു എന്താ മരങ്ങൾക്കിടയിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിപ്പോയി. പോണ വഴിക്കുള്ള ജീവൻ തിരിച്ച് കിട്ടിയെന്ന് തന്നെ പറയാം. പോകുമ്പോൾ കുതിരയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല, പകുതി അങ്ങോട്ട് എത്തിയപ്പോൾ കുതിര ഭയങ്കര പാച്ചിൽ കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ ചെക്കൻ്റെ കൈ വിട്ടിട്ട് ഈ കുതിര എന്നിട്ട് പോവോ എന്നൊക്കെയാണ് കേട്ടോ. പോകുമ്പോൾ ഭയങ്കര സങ്കടം, ഈ കുതിര ചവാനായ മാതിരി. പിന്നെ കയറ്റൊക്കെ എത്തിയപ്പോൾ കുതിര ഭയങ്കര പാച്ചിൽ, ഈ ചെക്കൻ അതിൻ്റെ വൈത്താലട്ടാ. അപ്പോൾ എനിക്കാണല്ലോ അതിൻ്റെ പുറത്തിരുന്നിട്ട് എങ്ങനെയും ഒന്ന് ഇറങ്ങിയാൽ മതി നിൽക്കണം കേട്ടോ, കാരണം അതിൻ്റെ എല്ലിങ്ങനെ കുത്തുക, അയക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തിരിച്ച് വരുമ്പോൾ ലാലു കണ്ടായിരുന്നു നല്ല ഹായ് എന്നൊക്കെ പറയാറ്. അങ്ങനെ ഹായ് ഒക്കെ പറഞ്ഞ് ലാലു കണ്ടാറ് ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ എടുത്ത വീഡിയോ ഇട്ടത്. പിന്നെ ഈ കുതിരൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ 100 റുപ്യ എടുക്കണം കേട്ടോ. പിന്നെ ഞങ്ങളോട് ആ കളി ഒരു ഒറ്റക്കുതിര അവിടെ നിൽക്കുന്നത്, ഞാൻ ലാലുവിനോട് ഇറങ്ങുന്നത് എല്ലാം അങ്ങോട്ട് നടക്കുക. അങ്ങനെ ലാലുവിനെ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് അങ്ങനെ ഫോട്ടോ എടുത്തിട്ടോ, അങ്ങനെ ആ 100 റുപ്യ ലാഭമായി.
ഞാൻ പിന്നെ കുറച്ച് ഷോർട്സിന് വേണ്ടിയിട്ട് എടുത്ത ഭാഗങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ ലാലുവിനോട് കറക്കാൻ പറഞ്ഞു. ലാലു അങ്ങനെ കറക്കി ഞാൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ കൈ പിടിച്ച് പോകുന്നു. അങ്ങനെ വേണ്ടി വീഡിയോ എടുത്തിരുന്നു കേട്ടോ. പകുതി എത്തിയപ്പോൾ ഞാൻ ഈ മരത്തിൻ്റെ പൂവല്ല കായ തോന്നുന്നുണ്ട് കേട്ടത്, ഈ കായ് കണ്ടിട്ടാണ്. അപ്പം ഞാൻ ലാലുവിൻ്റെ കൈയൊക്കെ വിട്ട് ലാലുവിനെ തള്ളിയിട്ടിട്ട് ഞാൻ പറഞ്ഞു മാറിക്കിയായിട്ട് ഞാൻ ആ കായ് പെറുക്കിയിട്ടുണ്ട്. അപ്പോൾ ലാലു ഇത് എന്തിനാണെന്ന് വെച്ചപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഗ്രാഫ്റ്റ് വർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാനിതിങ്ങനെ പെറുക്കണം കണ്ടപ്പോൾ ലാലു എന്നെ സഹായിച്ചാൽ കൂടിയിട്ടാണ്. അവിടെ നിന്നാണ് പോരാനും തോന്നുന്നില്ല. എൻ്റെ അടുത്താണെങ്കിൽ ചെറിയ സൈഡ് ബാഗ് ഉണ്ടല്ലോ, അത് ബാഗ്. അപ്പം ഞാൻ കുറേയൊക്കെ പെറുക്കിയിട്ടാണ്. പിന്നെ ലാലുവിനെ കൊണ്ട് പറ്റുന്ന ലാലും പെറുക്കില്ല. അപ്പോൾ ലാലു എന്നോടാണ് പഠിച്ചവനെ ഇങ്ങനത്തെ ഒരു പിരാന്തത്തിനാണ് എനിക്ക് തന്നതെന്നൊക്കെ പറയുന്നിട്ടാണ്. പിന്നെ കളിയാക്കിയിട്ട്. കാരണം ഊട്ടിയിൽ നിന്ന് ഞങ്ങൾ റൂമിൻ്റെ അടുത്ത് നിന്ന് കുറേ ഊട്ടിപ്പൂ പറിച്ച് തന്നിക്കണം. ഇവിടെ എത്തിയപ്പോൾ പിന്നെ ഈ കായും പറിച്ചെടുത്തിട്ടാണ്. ഇത് പിന്നെ നിലത്ത് ഇങ്ങനെ ഉണങ്ങി ചാടുകയില്ല. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഓൺലൈനിലൊക്കെ വരുമ്പോൾ നല്ല പൈസ ഉണ്ട് ഈ ഒരു സാധനത്തിന്. ഞാൻ പറഞ്ഞു എത്ര പൈസ കൊടുക്കണത്, വെറുതെ കിട്ടിയല്ലേ പറഞ്ഞിട്ട്. വെറുതെ കിട്ടിയാൽ നമ്മൾ വെറുതെ വിടില്ലല്ലോ. അങ്ങനെ ഞാനതൊക്കെ നുള്ളി പെറുക്കിയിട്ട് ബാഗിലിട്ടിട്ടാണ്. അത് സിബ് അടിച്ചപ്പോഴാണ് എൻ്റെ ബാഗിൻ്റെ സിബും കേടാണ്. കാരണം കുത്തി പിടിച്ചിട്ടിട്ട്. ലാലു പിന്നെ വേഗം പോന്നിട്ടാണ്, മുന്നിൽ പോന്നു. വേഗം മാറട്ടെ, ഞാനോട്ട് പോരില്ല. കാരണം അതൊക്കെ നുള്ളി പെറുക്കി കൊണ്ട് പോരണ്ടേ, കാണാനും പോരാനും തോന്നില്ല. അത് അവിടെ ഇട്ടിട്ട് ഞാൻ ഒരു വിധങ്ങളൊക്കെ നുള്ളി പെറുക്കി ബാഗിലിട്ട്. അങ്ങനെ പിന്നെ ഞാൻ പറയുന്നില്ല എന്നല്ലേ ഈ ചേച്ചിനോടും മോളോടും പിന്നെ പാലക്കാടുള്ള കാക്കാടൊക്കെ യാത്ര പറയാൻ വേണ്ടിയിട്ട് പോയത്. അങ്ങനെ ഏറ്റവും കൂടി യാത്രയൊക്കെ പറഞ്ഞു പോകുന്നു കേട്ടോ. നല്ല കമ്പനി. ഏറ്റവും പോകുന്നപ്പോൾ ഏറ്റവും ഭയങ്കര സങ്കടക്കാരൻ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് അവിടെ നിന്നിട്ട് ഏറ്റവും ഇങ്ങനെ കമ്പനി ആയിട്ട്. അതിന് പിന്നെ എന്തായാലും നമ്മൾ ഓരോ യാത്രയിൽ ഓരോ ആൾക്കാരെ പരിചയപ്പെടുമല്ലോ. അതിന് പിന്നെ ആ കാക്ക ഞങ്ങളോട് പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഇനി വരുമുണ്ട് എൻ്റെ വീട്ടിലൊക്കെ വരുമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ വീട് ഇതേമാതിരി കൃഷി സ്ഥലത്താണ് എൻ്റെ വീട്ടിൽ നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ പെരേക്ക് ക്ഷണിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് അറ്റങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി. കാരണം നമ്മളെ ഒരു പരിചയമില്ലാതെ 2-3 ദിവസം കൊണ്ട് പരിചയമായ ആൾ നമ്മളെ പെരേക്ക് ക്ഷണിക്കാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു പുലിവല്ല. ഒരാൾ ആളുകൾ അറിയുന്നുണ്ടോ പാവല്ലേ കാക്കാന്ന്. അത് അതിൻ്റെ പെങ്ങളോടായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ നാട് പാലക്കാടും. അതിങ്ങനെ ഈ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടാട്ടോ പെങ്ങളോടക്ക് വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കുറേ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ പോരുന്ന വഴിക്കായിട്ട് ഈ തേയിലത്തോട്ടം കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വന്നിട്ട് ഞാൻ തേയിലത്തോട്ടത്തിൽ ഇറങ്ങിയിട്ട് തന്നെ വലിയൊരു ഫോട്ടോ എടുക്കണമെന്നാണ്. അങ്ങനെ റോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തേയിലത്തോട്ടത്തിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ പറ്റങ്ങൾ പറഞ്ഞു ലോങ് ഒന്നും പോയത് പാമ്പാളുണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ അടുത്ത് തന്നെ പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാനെന്താ കിട്ടി കുറച്ച് തേയില എടുത്തിട്ട് എൻ്റെ ബാഗൊക്കെ നുള്ളിയിട്ടിട്ട്. അപ്പോൾ ആൾ കേട്ടാൽ ഒരു ചീത്ത അറിയുന്നതാണ് കേട്ടോ. ഷറ്റങ്ങൾ ചീത്ത അറിയൊന്നുമില്ല കേട്ടോ. ഞാനിത് ഉണങ്ങിയിട്ട് പൊടിച്ചാൽ ചായക്ക് കളർ വരും അറിയാൻ വേണ്ടി നോക്കട്ടെ. കാരണം നമ്മൾ ഈ ഇതില്ലേ ടീ ഫാക്ടറിയിൽ പോയപ്പോൾ അങ്ങനെ കണ്ടിരുന്നല്ലോ, അത് അരച്ചിട്ട് അങ്ങനെ പൊടി ചെയ്യില്ല. അപ്പോൾ ഞാൻ അലുവിനോട് അറിയുന്നിട്ട് വെറുതെ തുടക്കിയിട്ട് പൊടിച്ചു നോക്കി എന്താവും എന്നറിയില്ല അറിഞ്ഞിട്ട് ഞാൻ കുറേ നുള്ളി പെറുക്കിൻ്റെ ബാഗ് കിട്ടും. അങ്ങനെ പിന്നെ അവിടുന്ന് ഞങ്ങൾ പോകുന്നു കേട്ടോ. അത് പിന്നെ ഒന്നിന് നല്ല രസമുണ്ട് കാണാൻ. നിറച്ച് ഇതൊക്കെ ആയിട്ട് ചാക്കിൽ ഇങ്ങനെ തേയില കൊണ്ടുവരുന്നത് കാണാൻ. ഞാൻ കൊടുക്കണം. അപ്പോൾ അതിന് വെച്ചാൽ എനിക്കാണല്ലോ മനല്ല മനസ്സോടെ ഇട്ടില്ല അവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ പോകട്ടെ. അപ്പം ഏറ്റവും പറയുന്നുണ്ട് ലോങ് പോകരുത് അവിടെ പാമ്പാളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് നേരം അവിടെ വീഡിയോ ഒക്കെ എടുത്ത് പോകുന്നുട്ടോ. പിന്നെ മനല്ല മനസ്സോട് കൂടിയിട്ടാട്ടോ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് പോകുന്നത്. ലാലുവിനും സങ്കടം എനിക്കും സങ്കടം. കാരണം നല്ലൊരു കാലാവസ്ഥ. നിലമ്പൂരൊക്കെ എത്തിയപ്പോൾ നല്ല ചൂട് തുടങ്ങിയിട്ടാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.